നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് മുമ്പ് ലയണൽ മെസ്സി നടത്തിയ പെപ് ടോക്ക് ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാണ്. ഇതാണോ ശരിക്കുള്ള പെപ് ടോക്ക്? ഇതിനു മുമ്പ് ക്ലോസ്ഡ് ഡോറിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങളുമായിട്ട് ചില അർജൻറ്റീൻ മാധ്യമപ്രവർത്തകർ വന്നതോടുകൂടിയാണ് സംഗതി കൊഴുത്തിരിക്കുന്നത്. എന്നാൽ നമ്മളൊക്കെ കണ്ട പെപ് ടോക്ക് അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞതാണ്. അത് അവർക്കറിയാം അവിടെ ക്യാമറ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടെല്ലാം വിട്ടു പറഞ്ഞിട്ടുണ്ടാവില്ല എന്നതാണ് ഈ ക്ലോസ് ഡോറിൽ വേറെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നവരുടെ വാദം. എന്തായാലും നമ്മളൊക്കെ കണ്ട ആ ഒരു പെപ് ടോക്കിൽ മെസ്സി പറയുന്നത് കമോൺ ഗൈസ് കാം ഡൗൺ, ശാന്തരായിരിക്കുക, നമ്മൾ കളിക്കാൻ പോവുകയാണ്, പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാമായിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ലെറ്റ്സ് ഫോർഗെറ്റ് എവറിത്തിങ്, എല്ലാം നമുക്ക് മറക്കാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് കളിക്കാം, ലെറ്റ്സ് ജസ്റ്റ് ഫോക്കസ് ഓൺ പ്ലേയിങ് ഗൈസ്, നമുക്കിപ്പോൾ കളിയിൽ മാത്രം ഫോക്കസ് ചെയ്യാം, നമ്മൾ ഇറങ്ങി കളിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ഇതാണ് അദ്ദേഹം അവിടെ താരങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ വാക്കുകൾ പല തരത്തിലുള്ള ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതായത് മെസ്സി ഓൾറെഡി ഒരു ക്ലോസ്ഡ് ഡോറിൽ താരങ്ങളോട് സംസാരിച്ചു. തൻ്റെ അവസാന വേൾഡ് കപ്പ് മത്സരം, തൻ്റെ അവസാന മത്സരം, വേൾഡ് കപ്പ് മത്സരം അല്ല, തൻ്റെ അവസാന മത്സരമാണ് അർജൻറ്റീന ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ താരങ്ങളൊക്കെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെസ്സി ഇങ്ങനെ ലെറ്റ്സ് ഫോർഗെറ്റ് എവറിത്തിങ്, ലെറ്റ്സ് ജസ്റ്റ് പ്ലേ, ലെറ്റ്സ് ജസ്റ്റ് ഫോക്കസ് ഓൺ പ്ലേയിങ് എന്ന് മെസ്സി പറഞ്ഞത് എന്നാണ് ഒരു വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം മറ്റൊരു വാദം പറയുന്നത് ഇത് സ്പാനിഷ് താരങ്ങളെക്കുറിച്ചാണ്. സ്പാനിഷ് താരങ്ങൾ അർജൻറ്റീന റഫറിയുടെ സഹായത്തോടെ മുന്നോട്ട് വന്നതാണ്, അർജൻറ്റീന മത്സരങ്ങൾ നടക്കാൻ പാടില്ല നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ അതിനോടുള്ള പ്രതികരണമാണ് എന്ന തരത്തിലും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും ഈ വാക്കുകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. വീണ്ടും ഡിയാരിയോ ഓലയൊക്കെ പറയുന്നത് ഇതല്ല ശരിക്കുള്ള പെപ് ടോക്ക്. വളരെ ഇമോഷണലായിട്ട് മെസ്സി അതിനു മുമ്പ് ക്ലോസ്ഡ് ഡോറിൽ അടച്ചിട്ട റൂമിൽ വെച്ച് താരങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതിലാണ് ഇങ്ങനെ താൻ പടിയിറങ്ങുമെന്ന് പറഞ്ഞത് എന്നൊക്കെയാണ് വിവരണം. എന്നാലും ഹാഫ് ടൈം സമയത്ത് നമ്മളെല്ലാവരും ടണലിൽ വെച്ചൊക്കെ കണ്ടത് ദിബു പറയുകയാണ് താരങ്ങളോട് വിത്ത് ഹാർട്ട് ഗൈസ്, വിത്ത് ഹാർട്ട് ആൻഡ് പ്ലേയിങ്, എന്നിട്ട് പറയുകയാണ് മുന്നോട്ട് കളിക്കുക, അല്ലാതെ ബാക്ക്വേർഡ് പുറകോട്ട് പാസ് കൊടുത്ത് കളിക്കുകയല്ല ചെയ്യുക, മുന്നോട്ട് ഭീരുക്കളാണ് പുറകിൽ നിന്ന് കളിക്കുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതായത് ഇങ്ങനെ ഡിഫൻസിൽ നിന്നിട്ട് അതിനെതിരെയാണ് അദ്ദേഹം പറയുന്നത്. അതല്ല വേണ്ടത്, ഒന്ന് മുന്നോട്ട് കയറി ഉഷാറായി കളിക്ക് എന്ന് അദ്ദേഹം പറയുകയാണ്. മെസ്സി അപ്പോൾ പറഞ്ഞു കമോൺ ഗൈസ്, പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം എന്താണ്, നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് കളിക്കളത്തിൽ കാണിക്ക്, നമുക്കതുണ്ടല്ലോ ഇല്ലേ, നമ്മൾ ഇവിടെ തൂക്കാൻ പോകുന്നില്ല, വി ആർ നോട്ട് ഗോണ ലൂസ് ഇറ്റ് നൗ അല്ലേ. മെസ്സി വീണ്ടും പറയുകയാണ് പേഴ്സണാലിറ്റി ടു പ്ലേ, വി ഹാവ് ഗോട്ട് ഇറ്റ്, നമ്മൾ അത് കാണിക്കണം, നമ്മുടെ ആ ഒരു വ്യക്തിത്വം എന്താണെന്ന് കളിക്കളത്തിൽ പോരാടി തന്നെ കാണിക്കണം എന്ന് മെസ്സി ഹാഫ് ടൈം സമയത്ത് കൊണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിന് പുറത്ത് അടച്ചിട്ട വാതിലിൽ മെസ്സി പറഞ്ഞത്രേ താൻ അവസാന മത്സരമാണ് കളിക്കുന്നത് എന്ന്. അതാണ് താരങ്ങൾ വലിയ രൂപത്തിൽ നിരാശരായത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയതെന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ മെസ്സി തന്നെ ഇതിനൊരു ക്ലാരിറ്റി നൽകുന്നതായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.